ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വല്ല ഉഷാറില്ലാത്തൊരു വീഡിയോ കേട്ടോ, കാരണം കൃതി ബേബിക്ക് സുഖമല്ല. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞാനൊരു വീഡിയോ ചെയ്യണത്. ഇന്നലെ ഒന്ന് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും മൂടും കാര്യങ്ങളൊന്നും ഇല്ലേനും, കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലാവുമ്പോൾ. അപ്പോൾ താളെ എണീറ്റിട്ടുണ്ട്, കൈ എന്താണ് അത് കാണുമ്പോൾ ഇങ്ങനെ കരയുകയാണ്. അതുകൊണ്ട് അങ്ങനെ കെട്ടിയിട്ടതാണ്. അപ്പം ചായ കുടിക്കാനും ഇതിനൊക്കെ നിൽക്കണം. രാവിലെ നല്ല നേരത്തെ എണീറ്റിട്ടുണ്ട് ആൾ. ഇന്നലെ രാത്രി 9 മണിക്ക് മരുന്നൊക്കെ കയറ്റി വന്ന് പിന്നെ അങ്ങനെ കിടന്നതാണ്. അപ്പോൾ അതാ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്തൊക്കെയാണ് വിക്രസൊക്കെ കാട്ടി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ വല്ലാതെ കുറുമ്പണിക്കേണ്ട എത്തിയിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് അമ്മമ്മയും കൃതി ബേബിയും പല്ലേക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കസാണ് പല്ലേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പല്ലൊക്കെ ഒരു വട്ടം തേച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു തരാം, കൃതി ബേബിക്ക് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ രാവിലത്തെ ഓരോ പണിയും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നൂൽപുട്ടാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് വയ്ക്കുകയാണ്. ചില നേരത്ത് ഓരോ വാശിയാണ്. ചില നേരത്ത് ഇന്ന മാത്രം പറ്റുള്ളൂ, ചില നേരത്ത് ഏട്ടന് പറ്റുള്ളൂ, ചില നേരത്ത് അമ്മമ്മനെ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഒരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പല്ലി, ഇന്നലെ മഴ ചെയ്തുകൊണ്ടാണ് പല്ലിയല്ല അരണ കയറി വന്ന്, പിന്നെ അതിനെ തട്ടിക്കളഞ്ഞു. അതിൻ്റെ ഇടയിൽ പിന്നെ അച്ഛനും മോളും കളിച്ചിരിക്കുകയാണ്. നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടോ. അച്ഛന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് എല്ലാം ശരിയാക്കി അമ്മ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. ചിക്കനും മീനിനും പച്ചക്കറിക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് ഒന്നും നടക്കും തോന്നില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 മണിയായപ്പോൾ നല്ല മഴയാണ്. പിന്നെ കാറെടുത്ത് അനിയനെ എണീപ്പിച്ച് അങ്ങനെ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കൃതി ബേബിക്ക് രാവിലെയാണ് മരുന്ന് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഭൂതം 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 അച്ഛൻ ഭൂതം. മഞ്ഞിൻ പൊന്നിൻ മുത്തിൻ നിഴകളിൽ നിന്നും എവിടെ മുറിയുടെ പോവാണ്. എനിക്കും തീരെ വയ്യ കായ്സ്. മൂക്ക് ജലദോഷം, മഴ അങ്ങനെ ഇതായോണ്ടാണല്ലേ. പോവാവല്ലേ. സൂചി വെച്ചല്ലേ, ഞങ്ങള് സൂചി വെച്ചല്ലേ നിൽക്കുന്നു. നിങ്ങളായിക്കൂടെ പോലെ കാരാട്ടുകൂടെ. മഴയാണ്, രാവിലെ തന്നെ മഴയാണ്. ഇത് കുന്നണിക്ക് വയ്യല്ലേ. കുന്നണി ഷുണ്ടടി പൊന്നണി. അത് മുത്തായി തിന്നണ ഒരു മുത്തായിക്ക് തരുമോ? രസമുണ്ടോ? ഡയറി മിൽക്ക്. കൃതി ബേബിക്ക് കൗണ്ട് കൂടുതലാണ്. രാത്രി നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ കയറിയതാണ്. ഗ്യാസ് ഉണ്ടായി. അപ്പോൾ അതിന് മരുന്നൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ ഇൻഫെക്ഷനായി പനിയൊക്കെ വന്ന്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പനീൻ്റെ സിറപ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് മാറണില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും കൗണ്ട് കൂടുതലാണ്. അപ്പം അങ്ങനെ ഇഞ്ചക്ഷൻ ഉണ്ട് 3 ദിവസം. ഇപ്പം അത് അന്നേക്ക് 2 ദിവസമായി. രാവിലെയും രാത്രിയാണ്. അപ്പം അതടിച്ച് പോരണം. അപ്പം അതാണ് അവസ്ഥ. കുറുമ്പ്. മീ കടക്കല്ലേ. പൂച്ച മീൻ നന്നാക്കാൻ എഴുതിയിട്ടാണ്. മീനൊക്കെ തിന്നിട്ട് മാസങ്ങളായി പൂച്ച. ഞങ്ങളും മീനൊക്കെ നല്ല വിലയാണ് പൂച്ച. വേണമെങ്കിൽ മീനിന് ഇറച്ചിക്ക് പച്ചക്കറിക്ക് വില കൂടിയില്ലേ. ഞങ്ങൾക്ക് തന്നെ കർമൂസാണ്. പപ്പായ കപ്പങ്ങ അങ്ങനെ എന്തൊക്കെയാ പറയില്ലേ. കപ്പങ്ങ എന്നൊക്കെ ചിലടത്ത് പറയും. എല്ലാത്തിനും വില കൂടുതലാണ് ഞങ്ങൾ വീട്ടിലുള്ള
സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ തിന്നണത്. ജലദോഷം ആയതുകൊണ്ട് ഞാനൊരു പനീൻ്റെ ഗുളിക കുടിക്കുകയാണ്. ഞാൻ പിന്നെ കുടിക്കാൻ നിൽക്കുകയാണ്. ചോറും കറിയൊക്കെ ആയതുകൊണ്ടൊക്കെയാണ്. കൃതി ബേബി ഇതാ വിക്രസൊക്കെ കാട്ടി നടക്കണുണ്ട്. ഇനിയിപ്പോൾ കഞ്ഞി കൊടുത്തിട്ടുണ്ട്, ഇനി ഉറക്കണം. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പണിയും കാര്യങ്ങളുണ്ട്. മഴയാണ്, നല്ല മഴയാണ്. എനിക്ക് ഇന്നലെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ടേ സൂചി കയറ്റണമല്ലോ. അപ്പം നരമ്പൊന്നും കിട്ടണില്ല. ആദ്യം കയറ്റി പിന്നെയും കയറ്റി രണ്ടാമതും കയറ്റിയിട്ടും കിട്ടണില്ല. കുട്ടിയാണെങ്കിൽ പെരും കരച്ചിലും. അതിൽ എനിക്ക് അതിൻ്റെ കണ്ടപ്പോൾ ഞാൻ ഏട്ടനാ പോയിരുന്നത്. ഞങ്ങൾ പനി മാറണില്ല. അപ്പം എന്താണ് അപ്പോൾ അത് 3ാമത്തെ കാണിക്കണത്. ആദ്യം വയറുവേദന ഉണ്ടായിട്ട് ഗ്യാസ് കയറിയിട്ട് ഞങ്ങൾ രാത്രി ഒരു 11 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് മരുന്നൊക്കെ തന്ന് വയറുവേദന അങ്ങനെ മാറി. പിന്നെ അന്ന് രാത്രി നല്ല പനി. നമ്മൾ അടുത്ത് കിടക്കുമ്പോൾ തന്നെ ചൂടിങ്ങനെ കൊണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് തന്നെ ഭയങ്കര ഇതാണ്. ഇപ്പോഴും മോളെ തല നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ എടുത്താണ്ടൊക്കെ നിൽക്കുമ്പോണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ചൂട് തട്ടിയിട്ട് ഭയങ്കര ഇതാക്കണം. അങ്ങനെ ചൂടായി. പിന്നെ ഞാനും അച്ഛനും പിറ്റേന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ പനീൻ്റെ മരുന്ന് അന്ന് ഡോക്ടർ തന്നാൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കൊടുത്താൽ മതി, മരുന്നും തന്നു. പിന്നെ പിറ്റേന്നും നല്ല പനി, മാറണില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ കൗണ്ട് കൂടുതലാണ്, 12,000 ഉണ്ട്. 11,000 വരെയാണ് നോർമൽ, 12 ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ഷനോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറി കിട്ടാൻ കുറച്ച് താമസമാണ്. ഇനി മാറുമെന്ന് കൺഫേം ഇല്ലായിരുന്നു ഡോക്ടർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നാൽ ഇഞ്ചക്ഷൻ ആക്കാന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷന് കുത്താൻ വേണ്ടിയിട്ട് 3 വട്ടമൊക്കെ ഇങ്ങനെ കുത്തിയിട്ടും കിട്ടണില്ല. സൂചി കയറണ്ടേ, നരമ്പക്ക് മരുന്ന് കയറ്റണമല്ലോ, പക്ഷെ കിട്ടണില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനത്തെ ഒന്നും കാണാൻ തന്നെ പറ്റില്ല. എനിക്ക് തല ആകെ കറങ്ങി. പിന്നെ നഴ്സുമാരടുത്ത് കുട്ടീനെ കൊടുത്ത് ഓല് പറഞ്ഞു നിങ്ങൾ പുറത്ത് പോയിക്കോളി, ഇത് കാണുമ്പോഴാണ് ഇങ്ങനെ കുത്തിയിട്ടും കിട്ടണില്ല, കുട്ടീനെ കരച്ചിലൊക്കെ കാണുമ്പോഴാണ് എല്ലാവർക്കും ടെൻഷൻ ആവുക, ഞങ്ങൾ ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പിന്നെ കുത്തി ഏതായാലും കിട്ടി. ചെറിയ കുട്ടികളായതുകൊണ്ടേ ഈ നരമ്പൊക്കെ കാണാൻ ഭയങ്കര ഇതാണ്, കിട്ടൂല. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. രാവിലെ പോയി, ഇനി വൈകുന്നേരം 9 മണിക്ക് ഇനി മരുന്നേറ്റാൻ പോകണം. നാളെ കൂടി ഉണ്ട്. ഉഷാറായി വരുന്നുള്ള ആൾ, പക്ഷെ തലക്ക് നല്ലൊരു ഭാരമുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ജലദോഷം വന്നു. എല്ലാം അടക്കിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതൊക്കെ. എല്ലാവർക്കും രോഗമാണ്. ഈ ഒരു മഴേൻ്റെതാണ്, കുറച്ച് വെയിലും കുറച്ച് മഴയും അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു. ദോഷം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന്, വിക്സ് കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. പിന്നെ